നിങ്ങളുടെ എണ്ണ ഞങ്ങൾ വരും, ഊറ്റിയെടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് എ ഡീൽ. ഹീസ് എ ഡീൽ മേക്കർ. ട്രംപ് ഈസ് എ ഡീൽ മേക്കർ. അങ്ങനെ ഇറാനിൽ ഒരു ഭരണമാറ്റം വരുത്താനാവുമോ എന്ന് അമേരിക്ക ചിന്തിക്കുന്നു. കാരണം തിന്മയുടെ അച്ചുതണ്ടായി വളരെ കാലം മുൻപ് തന്നെ ജോർജ് ബുഷ് പറഞ്ഞ രാജ്യങ്ങളാണ് സിറിയ, കൊറിയ, അതായത് നോർത്ത് കൊറിയ ആൻഡ് ഇറാൻ. ഇറാന്റെ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി മർദ്ദക ഭരണകൂടത്തിൽ നിന്നും ഞങ്ങൾ സഹായിച്ച് പുറത്താക്കാം. വെനിസ്വേലക്കാരോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾക്ക് വേണ്ടാത്ത ഭരണകൂടത്തെ നിങ്ങൾക്ക് അട്ടിമറിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതാ നിങ്ങളുടെ സഹായത്തിന് വരുന്നു. അമേരിക്ക ചാക്കുമായി ചെന്നാൽ പൊങ്ങുന്ന ഭാരമല്ല കിം ജോങ് ഉന്നിൻ്റെതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കിം ജോങ് ഉന്നിൻ്റെ വാക്കുകൾ അത് വലിയ കാര്യമൊന്നുമില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റം ലോകത്തെ ആകെ ആകാംക്ഷയുടെ, ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഉത്തരമുണ്ട്. അമേരിക്ക ലോകത്തെ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണോ? കാരണം മറ്റ് പല രാജ്യങ്ങളിലും ഒരേപോലെ കടന്നുകയറ്റം നടത്തുവാൻ, ഇടപെടൽ നടത്തുവാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പരിശോധിക്കാം നമുക്ക് ഇത് എത്രത്തോളം അപകടകരമായ രീതിയിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്ന്. നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ? വെനിസ്വേലയിലെ എണ്ണ മറ്റു പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെയാണോ? ഈ കടന്നുകയറ്റം ഏത് തരത്തിലുള്ള പരിണിത ഫലമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഒരു ആശങ്കയുണ്ടായിരിക്കുന്നത്. നോക്കൂ, ഏക ധ്രുവ സംവിധാനം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ഒരു ബൈപോളാറിറ്റിക്ക് ശേഷം സോവിയറ്റ് യൂണിയന്റെ പതനത്തെ തുടർന്നുണ്ടായ അമേരിക്ക കേന്ദ്രീകൃതമായ ഒരു ലോകക്രമമായിരുന്നല്ലോ ഏകധ്രുവ സംവിധാനം. ഇപ്പോൾ പുതിയ ശക്തികൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ശക്തികൾ വലിയ രീതിയിൽ വരുന്ന ഒരു മൾട്ടി പോളാർ ഫോർമേഷനാണ്, അല്ലെങ്കിൽ ആറ്റമിക് വേൾഡ് ഓർഡർ ആണ്. പക്ഷെ അതിനെ വീണ്ടും ഒരു ഏകധ്രുവ സംവിധാനത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നതാണ് അമേരിക്കയുടെ ആലോചന. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ സ്വന്തം ബാക്ക്യാർഡിൽ തന്നെ അമേരിക്ക വിരുദ്ധത തഴച്ചു വളരുന്നത് അനുവദിക്കാനാവില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഈ ഭൂമിയിൽ നിന്നും കേവലം 2000 കിലോമീറ്റർ മാത്രം തെക്ക് മാറി ക്യൂബയ്ക്കും തെക്ക്, കരീബിയൻ കടലിന് തെക്ക് ഉള്ള സൗത്ത് അമേരിക്കയുടെ വടക്കൻ പ്രദേശത്തെ രാജ്യമാണ് വെനിസ്വേല. അവിടെ കടുത്ത അമേരിക്ക വിരുദ്ധതയുള്ളൊരു ഭരണകൂടം വെച്ചു പൊറപ്പിക്കാനാവില്ല എന്ന തീരുമാനമാണ് വെനിസ്വേലയ്ക്കെതിരെയുള്ള ആക്രമണത്തിൽ കലാശിച്ചതെങ്കിൽ ഇറാനിൽ നോക്കൂ. ഇറാനിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിനേക്കാൾ വലിയ ശത്രുവായി അമേരിക്ക കരുതുന്നത് എണ്ണ സമ്പന്നമായ ഇറാനെയാണ്. എണ്ണയുണ്ട് എന്നതാണ് കോമൺ ഫാക്ടർ. ഇറാനും ഓയിൽ റിസർവ്സ് ഉണ്ട്, വെനിസ്വേലയ്ക്ക് ലോകത്ത് ഏറ്റവും വലിയ ഓയിൽ റിസർവ്സ് ഉണ്ട്. അങ്ങനെ ഇറാനിൽ ഒരു ഭരണമാറ്റം വരുത്താനാവുമോ എന്ന് അമേരിക്ക ചിന്തിക്കുന്നു. കാരണം തിന്മയുടെ അച്ചുതണ്ടായി വളരെ കാലം മുൻപ് തന്നെ ജോർജ് ബുഷ് പറഞ്ഞ രാജ്യങ്ങളാണ് സിറിയ, കൊറിയ, അതായത് നോർത്ത് കൊറിയ ആൻഡ് ഇറാൻ. അതിൽ സിറിയയുടെ കാര്യത്തിൽ തീരുമാനമായി. സിറിയയുടെ ബാഷർ അൽ അസദിനെ പുറത്താക്കി ഒരു മുൻ തീവ്രവാദി ഭീകരൻ കൂടിയായ അൽ ഷറായെ അധികാരത്തിൽ കൊണ്ടുവന്നത് അമേരിക്കയുടെ കൂടെ ഒരു കുൽസിത ശ്രമത്തിനൊടുവിലാണ്. കൊറിയയുടെ കാര്യം ഇപ്പോൾ വിട്ടുപിടിക്കുകയാണ്. കാരണം കൊറിയ ഒന്നും ചെയ്യാനാവില്ല, ആണവശക്തിയായി മാറിക്കഴിഞ്ഞു. കിം ജോങ് ഉൻ ഏകാധിപതിയായി മാറി. കൊറിയ വളരെയധികം വളർന്നു കഴിഞ്ഞു. അമേരിക്ക ഇപ്പോൾ ആ രീതിയിൽ കാര്യമായി കൊറിയയെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നില്ല, കൂടുതൽ പ്രകോപിപ്പിക്കാതെ നോക്കുകയാണ്. എന്നാൽ ഇറാൻ അങ്ങനെയല്ല. ഇറാനെ കൂടെ വരുതിയിലാക്കി കഴിഞ്ഞാൽ മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കൻ വിരുദ്ധത എന്നൊന്നും ഉണ്ടാവില്ല. ഒരു പരിധിവരെ ഇറാനെ ശത്രുവായിട്ട് നിർത്തേണ്ടത് ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ ആവശ്യമായി വരും. കാരണം ഇറാനും സൗദി അറേബ്യയും തമ്മിലൊക്കെ മൂപ്പിളമ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ശക്തിയായി നിലനിർത്തണം, എന്നാൽ അമേരിക്ക വിരുദ്ധത പ്രോത്സാഹിപ്പിക്കാനാവില്ല. അതുകൊണ്ട് ഇറാനിൽ ഇപ്പോൾ നാണ്യപ്പെരുപ്പമാണ്, വിലക്കയറ്റമാണ്. വ്യാപാരികൾ തെരുവിലിറങ്ങി, കൂടെ ജൻസി പ്രക്ഷോഭകരും തെരുവിലിറങ്ങിയിട്ടുണ്ട്. അത് വളമാക്കിക്കൊണ്ട് ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന ചിന്തയിലാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖൊമേനി അത് പറയുകയും ചെയ്തു. ഞങ്ങൾ രാജ്യത്തിന്റെ ഭാഗധേയം ഞങ്ങൾ നിർണ്ണയിക്കും, അവിടെ നിങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് നിങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ വെടിവെച്ച് കൊല്ലാനാണ്, സമാധാനപരമായ പ്രക്ഷോഭം നയിക്കുന്ന ആളുകളെ നിറയൊഴിക്കാനാണ്, അവർക്ക് നേരെ നിറയൊഴിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾ പറന്നിറങ്ങും. മുൻപ് പറന്നിറങ്ങിയ ചരിത്രമുണ്ടല്ലോ, നിങ്ങളുടെ ആണവ നിലയങ്ങൾ തകർത്ത ചരിത്രമുണ്ടല്ലോ, ഭാഗികമായിട്ടെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സമയത്ത്. അപ്പോൾ ഇത് സംഭവിക്കും എന്നതാണ്. അപ്പോൾ
33 ഇടങ്ങളിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക നേതൃത്വം നൽകിയ ഒരു ക്രമത്തിന്റെ ഭാഗമായി ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് അമേരിക്കയ്ക്ക് ഹിതകരമായ ഭരണകൂടത്തെ ആക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഒരു ഉദാഹരണമാണ്. പിന്നീട് അത് നഷ്ടപ്പെട്ട് താലിബാന്റെ കയ്യിലേക്ക് ഭരണകൂടം വീണ്ടും പോയി. ഇറാഖ് ഒരു ഉദാഹരണമാണ്. സദ്ദാം ഹുസൈനെ അട്ടിമറിച്ചു. എന്താണ് ഫലം? ഇറാഖിൽ അരാജകത്വം വന്നു. IS അവിടെ പിടിമുറുക്കി. അബുബേക്കർ അൽ ബഗ്ദാദി അവിടെ ഒരു ഖലീഫായി സ്വയം അവരോധിതനായി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. സിറിയ മറ്റൊരു ഉദാഹരണം. അങ്ങനെ എവിടെയെല്ലാം അവസരമുണ്ടോ അവിടെയെല്ലാം തന്നെ അമേരിക്ക കടന്നുകയറ്റം നടത്തുന്ന ഒരു കാഴ്ച. ഇത് ലോകക്രമത്തെ എങ്ങനെ സ്വാധീനിക്കും? അതെ. വൻ ശക്തികൾ ഇപ്പോഴുമുണ്ട്. ചൈനയുണ്ട്, റഷ്യ ഇസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള എമർജിങ് പവേഴ്സ് ഉണ്ട് എന്ന് വേണ്ട ലോകരാജ്യങ്ങൾ അമേരിക്ക ഇപ്പോൾ കാട്ടുന്ന ഒരു കാടത്തം, അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ലോകം അമ്പരം നിൽക്കുകയാണ്. ലോകം ഡിവൈഡഡ് ആണ്. അമേരിക്ക ഇപ്പോൾ ചെയ്തത് ശരിയായി. നിക്കോളാസ് മഡൂറോ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, അദ്ദേഹം അഴിമതിക്കാരനാണ്, അദ്ദേഹം സ്വന്തം ജനത്തിന് തന്നെ വേണ്ടാത്തയാളാണ്. അമേരിക്ക ഇടപെട്ട് ആ രാജ്യത്തെ മോചിപ്പിച്ചു. എല്ലാം ജനത്തിന് വേണ്ടി. എന്താണ് പറയുന്നത്? ഇറാന്റെ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി മർദ്ദക ഭരണകൂടത്തിൽ നിന്നും ഞങ്ങൾ സഹായിച്ച് പുറത്താക്കാം. മനസ്സിലാക്കാരോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾക്ക് വേണ്ടാത്ത ഭരണകൂടത്തെ നിങ്ങൾക്ക് അട്ടിമറിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതാ നിങ്ങളുടെ സഹായത്തിന് വരുന്നു. ഇതൊരു ന്യായം പറച്ചിലാണ്. പക്ഷേ ആത്യന്തികമായി റീസോഴ്സസ്, അതാണ് ദിസ് ഇസ് വാട്ട്. പാകിസ്ഥാനോട് ഇപ്പോൾ ഉള്ള പ്രണയത്തിന്റെ പിന്നിൽ എന്താണ്? അവിടുത്തെ ഇന്ത്യ വിരോധം മാത്രമല്ല, മറിച്ച് അവിടുത്തെ ബലൂചിസ്ഥാനിലെ റെയർ എർത്ത്. അതുകൊണ്ടാണ് തിരുമുൽക്കാഴ്ചയുമായി അസിം മുനീർ എന്ന സേനാനായകൻ അമേരിക്കൻ പ്രസിഡന്റ് ഉപഹാരവുമായി പോയത്. അതുപോലെ ചൈനയെ വെറുപ്പിക്കാതിരിക്കുന്നത് എന്താണ്? അമേരിക്കയ്ക്ക് ആവശ്യമുള്ള റെയർ എർത്ത് മിനറൽസ് ലഭിക്കണം. അത് ചൈനയിൽ നിന്നെങ്കിൽ ചൈന ഏത് ശത്രുവിനോടും സന്ധി ചെയ്യാം. ചിലപ്പോഴെങ്കിലും വ്യാപാര യുദ്ധം ഒരു വഴി നടക്കും. ഉക്രൈൻ്റെ കാര്യത്തിൽ എന്താ ഇത്ര താല്പര്യം? ഉക്രൈൻ വലിയ നെല്ലറയാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഗോതമ്പ് പാടങ്ങളുണ്ട് എന്നതൊന്നുമല്ല. മറിച്ച് ഉക്രൈൻ്റെ കിഴക്കൻ ഭാഗത്ത് ഡോൺബാസ് മേഖലയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഭാഗത്ത് വലിയ തോതിലുള്ള ധാതു നിക്ഷേപമുണ്ട്. അത് റഷ്യ കൈയടക്കിയാൽ പോലും റഷ്യയുടെ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കാം. ഇനി ഉക്രൈൻ്റെ കയ്യിൽ വെച്ചാൽ അവിടെ നിന്നും വാങ്ങിയെടുക്കാം. ഉക്രൈനുമായി ഒരു ഡീൽ ഉണ്ടാക്കി എടുത്തതും നമ്മൾ ഓർക്കുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത്. അതുകൊണ്ട് തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വ്യാപാര താല്പര്യം, വാണിജ്യ താല്പര്യം, റിസോഴ്സ് സോഴ്സിംഗ് താല്പര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഹെഗിമൺ എന്ന നിലയിൽ ഒരു മേധാവിയായി അമേരിക്ക നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ വേണമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്ത് റൂൾ? അമേരിക്ക സൃഷ്ടിക്കുന്ന റൂൾ. പക്ഷെ അമേരിക്ക പറയും ലോകം അംഗീകരിക്കുന്ന ഒരു റൂൾ എന്നൊക്കെ പറയും. എങ്കിലും തങ്ങൾക്ക് ഹിതകരമായ ഭരണകൂടങ്ങളെ വളരാൻ അനുവദിക്കുകയും തങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് ഭരണം ഏറ്റെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ രാജ്യങ്ങൾ കൊടുക്കുക. മനസ്സിലാക്കാരോട് പറഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങളുടെ എണ്ണ ഞങ്ങൾ വരും ഊറ്റിയെടുക്കും, അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് എ ഡീൽ. ഹീസ് എ ഡീൽ മേക്കർ. ട്രംപ് ഈസ് എ ഡീൽ മേക്കർ. വെനിസ്വേലയിൽ നടന്ന അട്ടിമറിക്ക് ശേഷം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലിന് ശേഷം കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ സുഹൃത്തിനെയാണ് നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്, അദ്ദേഹത്തെ എത്രയും വേഗം മോചിപ്പിക്കുക, അല്ലെങ്കിൽ വിവരമറിയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉത്തര കൊറിയയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അമേരിക്ക ചാക്കുമായി ചെന്നാൽ പൊങ്ങുന്ന ഭാരമല്ല കിം ജോങ് ഉന്നിൻ്റെതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കിം ജോങ് ഉന്നിൻ്റെ വാക്കുകൾ അത് വലിയ കാര്യമൊന്നുമില്ല. അങ്ങ് കിഴക്കൻ പ്രദേശത്ത് കിടക്കുന്ന കാതങ്ങൾ അകലെ കിടക്കുന്ന കോടിക്കണക്കിന് കാതങ്ങൾ അകലെ കിടക്കുന്ന കിം ജോങ് ഉന്നിനും വടക്കൻ കൊറിയയ്ക്കും കാര്യമായി ഇടപെടാനാവില്ല. ഇടപെടാനാവുന്നത് റഷ്യക്കോ ചൈനയ്ക്കോ തന്നെയാണ്. പക്ഷേ അവിടെയും ചൈനയുടെയോ റഷ്യയുടെയോ നാവിക സാന്നിധ്യം കരീബിയൻ കടലിൽ അമേരിക്കയ്ക്ക് സാധ്യമാകുന്നത് പോലെ സാധ്യമാകണമെന്നില്ല. അതുകൊണ്ട് വളരെ ലോജിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒരു സൈനിക നടപടിയിലൂടെ ഈ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം, വെനിസ്വേലയ്ക്ക് നേരെ പ്രയോഗിച്ച ഉപരോധം മറികടക്കാൻ ഒരുപക്ഷെ ആണവയുദ്ധ ഭീഷണിയിലൂടെ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അങ്ങനെയാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസിൻ്റെ സമയത്ത് 1960കളുടെ ആദ്യം ക്യൂബയ്ക്ക് ചുറ്റും മിസൈലുകൾ വിന്യസിച്ചുകൊണ്ട്, അമേരിക്കയ്ക്ക് നേരെ മിസൈലുകൾ വിന്യസിച്ചുകൊണ്ട് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഒരു വലിയ പ്രകോപനം നടത്തി. അപ്പോൾ അതിനെതിരെ ക്യൂബൻ ബ്ലോക്കേഡിലൂടെ അമേരിക്ക പ്രതികരിച്ചു. ക്യൂബ എന്ന രാജ്യത്തിന് തൊട്ട് ചുറ്റുപാടും അമേരിക്കൻ വെസൽസിനെ വിന്യസിച്ചുകൊണ്ട് മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തി. ഇതൊക്കെ അമേരിക്കയ്ക്ക് സാധിക്കുന്ന കാര്യമാണ്. അവസാനം ഗുഡ് സെൻസ് പ്രിവെയിൽഡ്. അങ്ങനെ ഒരു മഹായുദ്ധം ഒഴിവായിപ്പോയി. ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം
ഒരു പ്രത്യേക അവസ്ഥയിലൂടെ ലോകം പോവുകയായിരുന്നു. പല പരീക്ഷണങ്ങൾ നടത്തി. ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഫ്രീ ഫോർ ഓൾ എന്നതാണ് നില. അതായത് ഒരു യുദ്ധവും ആർക്കും പൂർണ്ണമായി ജയിക്കാനാവുന്നില്ല എന്നതാണ്. റഷ്യ വിചാരിച്ചിട്ട് ഉക്രൈൻ യുദ്ധം പൂർണ്ണമായി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യയുടെ ഒരു പോളിസിയാണ് പതിയെ 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 ഡോണസ്ക് മേഖലകൾ കൈവശം വെച്ചത് അവകാശമായി മാറുക, അങ്ങനെ അവസാനം ഡീലിലൂടെ അത് സ്വന്തം പ്രദേശമാക്കി മാറ്റിയെടുക്കുക. അത് വിജയിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി ഉക്രൈനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ വിചാരിച്ചിട്ട് പൂർണ്ണമായി ഗാസയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. അവർ റെസിസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായി. അപ്പം അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്നല്ല, ലോകത്ത് ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ആത്യന്തികമായി പൂർണ്ണമായി കീഴടക്കി വെക്കാനാവില്ല. പക്ഷേ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ കഴിയും. അവിടെ തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു പാവ ഭരണകൂടത്തെ വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ കിം ജോങ് ഉന്നിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല, എത്രയോ പേരുണ്ട്. പല ഏകാധിപതികളും പേടിച്ചാരണ്ടിരിക്കുകയാണ്. മഡൂറോയ്ക്ക് സംഭവിച്ചത് നാളെ തങ്ങൾക്കും സംഭവിച്ചുകൂടായികയില്ല. വെനിസ്വേലയുടെ ഒപ്പം സൈനിക ശക്തി അല്ലാത്ത ചെറിയ രാജ്യങ്ങളുണ്ട്. ബനാന റിപ്പബ്ലിക്കുകൾ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുണ്ട്. പലതും അമേരിക്ക വിരുദ്ധതയുടെ ഒരു ഈറ്റില്ലങ്ങളാണ്. അവിടെയൊക്കെ കടന്നു ചെന്ന് അമേരിക്കയ്ക്ക് നിമിഷാർത്ഥം കൊണ്ട്, ഇത് 30 മിനിറ്റുകൾക്കുള്ളിലാണ് ഭരണം അട്ടിമറിച്ചത്. 30 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം കഴിഞ്ഞു. അദ്ദേഹം അമേരിക്കയിലെത്തി. അതിനുശേഷം പറത്തിക്കൊണ്ടുപോയി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അമേരിക്കയിലെത്തി. അങ്ങനെയെങ്കിൽ ഏത് രാജ്യത്തിനും നാളെ സംഭവിക്കും. ഒരു പക്ഷേ പുട്ടിനെ പൊക്കിയെടുക്കാനാവില്ല. കാരണം മോസ്കോയിൽ കടന്നു ചെല്ലാൻ തക്ക ഒരു സംവിധാനം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിലും അത് സാഹസമാകും. അതുപോലെ കിം ജോങ് ഉന്നിനെയും തൊടില്ല, ഷീ ജിൻപിങ്ങിനെയും തൊടാനാവില്ല. അവരൊക്കെ അവരുടെ പാട് നോക്കട്ടെ. പക്ഷേ തൊടാവുന്ന ഇടങ്ങളിലെല്ലാം തന്നെ തങ്ങൾ കടന്നു ചെല്ലും എന്ന ധിക്കാരപരമായ നിലപാട് അമേരിക്ക സ്വീകരിക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്തിൻ്റെ സ്വരമാണെന്ന് പറയുന്നു. പക്ഷേ പറയാമെന്നല്ലാതെ ലാറ്റിൻ അമേരിക്ക ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമല്ലേ? ആഫ്രിക്ക ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമല്ലേ? ഏഷ്യ ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമല്ലേ? അപ്പം ഏഷ്യ, പസഫിക്, ലാറ്റിൻ അമേരിക്ക ആൻഡ് ആഫ്രിക്ക, ഇതാണ് ഗ്ലോബൽ സൗത്ത്. ദക്ഷിണ അർദ്ധഗോളത്തിലെ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുമ്പോൾ വെനിസ്വേലയ്ക്ക് സംഭവിച്ചതിനോട് കാര്യമായി പ്രതികരിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ദക്ഷിണ അർദ്ധഗോള രാജ്യങ്ങൾക്കും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലുണ്ട്. അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്ന ഒരു പ്രായോഗിക സമീപനം, ഓപ്പർച്യൂണിസ്റ്റിക് എന്നും ചിലർ പറയും, പ്രായോഗികമെന്ന് മറ്റു ചിലർ പറയും. അങ്ങനെ ഒരു സമീപനം പല രാജ്യങ്ങൾക്കും ഉണ്ടെന്ന് കൂടി ഓർക്കണം. അപ്പോൾ എന്തായാലും ചിലരൊക്കെ പറയുന്നത് പോലെ ഒരു ലോക യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഒരു ചേരിചേരലിൻ്റെ നീക്കങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരിക്കും. ലോക യുദ്ധം ഉണ്ടാവില്ലായിരിക്കാം. കാരണം ലോകം 9 രാജ്യങ്ങളെങ്കിലും ആണവ രാജ്യങ്ങളാണ്. ലോകം മഹായുദ്ധം ഉണ്ടായാൽ ലോകം പിന്നെ ഈ രൂപത്തിൽ ഉണ്ടാവില്ല, മാനവരാശി തന്നെ ഉണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് സംതിങ് ഷോർട്ട് ഓഫ് ദാറ്റ്, വലിയ രീതിയിലുള്ള മാറി ചിന്തകൾ ഒരുപക്ഷെ ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിനെതിരെ ഒരു കറൻസി രൂപപ്പെട്ട് വന്നേക്കാം. ഇന്ത്യ ഉൾപ്പെടെ മാറി ചിന്തിക്കാം. ഈ വ്യാപാര യുദ്ധമൊക്കെ അതിനൊരു നിമിത്തമായി വേണമെങ്കിൽ കാണാം. അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെങ്കിൽ, ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം അങ്ങ് പോവും. പക്ഷെ അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ചൈന, ഇന്ത്യ, റഷ്യ, അതിശക്തമായ മറ്റ് G20 മറ്റ് അമേരിക്ക പക്ഷപാതികളല്ലാത്ത രാജ്യങ്ങൾ എല്ലാം തന്നെ ഒരുമിച്ച് നിന്ന് ബ്രിക്സിനെ കുറച്ചുകൂടി വ്യാപിപ്പിച്ചെടുക്കാനുള്ള ഒരു ഊർജിതമായ ശ്രമങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു ബാലൻസിങ് ഉണ്ടാവില്ല, ആ നീക്കങ്ങൾ ഉണ്ടാകാം. ഇപ്പം നോക്കൂ, ഒരു കാര്യം കൂടെ വളരെ പ്രസക്തമാണ്. 200 വർഷങ്ങൾക്ക് മുൻപ് മൺട്രോ ഡോക്ട്രിൻ എന്നൊരു തത്വം അമേരിക്ക കൊണ്ടുവന്നു. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ, വടക്കൻ അമേരിക്ക, സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക, ആ ഭൂഖണ്ഡങ്ങൾ അമേരിക്കയുടെ ഫീഫ്ഡം ആവണം. അമേരിക്കൻ സ്വാധീന, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സ്വാധീന മേഖല ആവണം. അവിടെ സ്പാനിഷ് അല്ലെങ്കിൽ ജർമ്മൻ അല്ലെങ്കിൽ ഫ്രഞ്ച് കൊളോണിയലിസം പാടില്ല, ബ്രിട്ടീഷ് കൊളോണിയലിസങ്ങൾ പാടില്ല. അങ്ങനെയെങ്കിൽ ഡീകോളനൈസേഷനാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതാ ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ ചെറിയ രീതിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല. അതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് വെനിസ്വേല, നാളെ കൊളംബിയ, മറ്റന്നാളെ ക്യൂബ. ആ രീതിയിലാണ് അമേരിക്ക വിരുദ്ധ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ലോകം ഒരുപക്ഷെ ഒരു വൻപൻ യുദ്ധത്തിലേക്ക്, അങ്ങനെയെങ്കിൽ റഷ്യയ്ക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരും, രംഗത്ത് വരേണ്ടി വരും, ചൈനയ്ക്കും ഒരു നിലപാടെടുത്ത് പോകേണ്ടി വരും. കാരണം ഒരു വിതരണാത്മകമായ ലോകക്രമം അസാധ്യമായി വന്നാൽ അമേരിക്കയുടെ, കാരണം ജർമ്മനിയുടെ ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലറിനെ ആദ്യം കയറൂരി വിട്ടത് കൊണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധം തന്നെ സംഭവിച്ചത്. ആദ്യം തന്നെ ഹിറ്റ്ലർ എക്സ്പാൻഷനിസം തുടങ്ങിയപ്പോൾ തന്നെ എതിർത്തിരുന്നു എങ്കിൽ, പോളണ്ട് പിടിച്ചെടുത്തപ്പോൾ, ഹംഗറി പിടിച്ചപ്പോൾ, റൂമേനിയ പിടിച്ചപ്പോൾ, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എതിർത്തിരുന്നു എങ്കിൽ
ഒരുപക്ഷെ നടക്കില്ല. അന്ന് ജർമ്മനി അപ്പീസ് ചെയ്യുന്ന, പ്രീതിപ്പെടുത്തുന്ന നയമാണ് സ്വീകരിച്ചത്. പിന്നീട് നോക്കൂ, ഈ രാജ്യങ്ങൾ, സഖ്യരാജ്യങ്ങൾക്ക് പിന്നെ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും വലിയ വിലയാണ് പിന്നീട് കൊടുക്കേണ്ടി വന്നത്. അവർ ജയിച്ചുവെങ്കിൽ പോലും സമാനമായ രീതിയിൽ അന്ന് ജർമ്മനി അഡോപ്റ്റ് ചെയ്യുന്ന, അന്ന് ഹിറ്റ്ലർ അഡോപ്റ്റ് ചെയ്യുന്ന അതേ നിലപാടിലേക്കാണോ ഡെമോക്രാറ്റിക് അമേരിക്ക എന്ന് അഭിമാനിക്കുന്ന അമേരിക്കൻ രാജ്യം അല്ലെങ്കിൽ ട്രംപ് നയിക്കുന്ന ഭരണകൂടം നീങ്ങുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും. ആധുനിക ഹിറ്റ്ലറായി മാറുകയാണോ ട്രംപ്? അതാണ് ചോദ്യം. അമേരിക്കയുടെ നിലപാട് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ലോകം ഒരു ആശങ്കാജനകമായുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരും വെട്ടിത്തുറന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും. മറ്റൊന്ന്, ഈ എക്സ്പാൻഷനിസം, ഇങ്ങനെ അമേരിക്ക തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളതുപോലെ ട്രീറ്റ് ചെയ്യുന്നു, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ആ ഒരു രീതി തുടരുകയും അത് കൂടുതൽ കടുപ്പിക്കുകയും ചെയ്താൽ അതിന് വലിയ വില അവർക്ക് നൽകേണ്ടി വന്നേക്കും. അത് ലോകത്തിൻ്റെ സ്ഥിരതയെ താറുമാറാക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. കാത്തിരിക്കാം നമുക്ക് ഇത് ഏത് തരത്തിൽ പോകുന്നു എന്ന്. ആശങ്കയോടെയാണ് ഈ ഒരു കാത്തിരിപ്പ് എന്നുകൂടി ഊന്നി പറയട്ടെ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.